പാർലമെന്റ് അംഗമായതിന് പിന്നാലെയാണ് രോഗം ഒരു വില്ലനായി രംഗപ്രവേശം ചെയ്തത്. ഗൃഹപാഠത്തിന്റെ ബലത്തിൽ ടെലിവിഷൻ ചർച്ചകളെ അർത്ഥവത്താക്കിയിരുന്ന അദ്ദേഹം പെട്ടെന്ന് അപ്രത്യക്ഷനായതുപോലെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകളായിരുന്നു പിന്നീട് പലയിടത്തും. അതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഇന്ന് നേരെ ചൊവ്വയിൽ ശ്രീ MI ഷാനവാസ്. ഒപ്പം തെരഞ്ഞെടുപ്പ് ചൂടിലമർന്ന കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയവും. കുറച്ചു കാലമായി താങ്കളെ ടെലിവിഷനിൽ കാണാനില്ല, പൊതുരംഗത്ത് കാണാനില്ല. വളരെ ഗുരുതരമായ എന്തോ രോഗമാണ് എന്ന് ആളുകൾ പറഞ്ഞറിയുകയും ചെയ്തു. എന്തായിരുന്നു സത്യാവസ്ഥ? എനിക്കൊരു നവംബർ മാസത്തിലാണ് എനിക്കൊരു വല്ലാത്ത ക്ഷീണം തോന്നിയിട്ട് ഒരു ചെക്കപ്പ് ചെയ്ത് CT സ്കാൻ എടുത്തപ്പോൾ ബൈൽ ഡക്റ്റിലൊരു ചെറിയ സ്റ്റോൺ ഉണ്ട്, ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായത്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് സ്റ്റൊമക്കിൻ്റെ അകത്ത് ഒരു മുഴയുടെ അത് ഓപ്പറേറ്റ് ചെയ്തെടുത്ത് കളയണമെന്ന് പറയുന്നത്. സമ്മതിച്ചു. കാര്യം അത് സാധാരണഗതി നടക്കുന്ന സാധാരണ ഒരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ നടത്തുമ്പോൾ അത് 5-5.5 മണിക്കൂർ എടുത്തു. ലിവറിൽ കുറേ നൊഡ്യൂൾസ് കണ്ടു, കുറേ ഗ്രോത്ത്. അതപ്പോൾ തന്നെ അവർ ബയോപ്സി കൊടുത്തു. ആ ഹോസ്പിറ്റലിലെ പതോളജിസ്റ്റ് ഇത് സെക്കൻഡറി സ്റ്റേജ് ക്യാൻസർ ആണ് എന്ന് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ഈ ഡോക്ടേഴ്സ് പെട്ടെന്നൊരു സ്റ്റക്കായി. കാര്യം സെക്കൻഡറി സ്റ്റേജ് ക്യാൻസർ ലിവറിൽ വന്നാൽ അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് മറ്റു കാര്യങ്ങൾ ഓപ്പറേഷൻ ചെയ്യാവുന്നതുകൊണ്ട് 5.5 മണിക്കൂറിന്റെ വയറ് തുറന്നു വെച്ച് 6 മണിക്കൂറായപ്പോൾ വീണ്ടും തുന്നിക്കെട്ടി. ആദ്യമായിട്ട് ഇത് താങ്കൾ അറിഞ്ഞ നിമിഷം അത് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഒരു വലിയ ഷോക്കായിരുന്നു. ഞാൻ അന്ന് രാത്രി തന്നെ എൻ്റെ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്? അവർ യെസ് എന്ന് പറയുന്നതിൽ എനിക്ക് സംശയം തോന്നി. എൻ്റെ ബ്രദർ ഡോക്ടർ ജുനൈദ്, അവനോട് ചോദിച്ചിട്ട് അവനാണെങ്കിൽ എന്നെ കണ്ട് അധികം സമയം അടുത്ത് നിൽക്കുന്നുമില്ല. അപ്പോൾ എനിക്ക് ഐ ഫെൽറ്റ് സംതിങ് ഈസ് റോങ് സംവെയർ. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴത്തേക്ക് അഡ്വാൻസ്ഡ് ലിവർ ക്യാൻസർ ആണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നടത്തിയിട്ട് വേണം വീണ്ടും ഓപ്പറേറ്റ് ചെയ്യാൻ, ഈ മുഴ റിമൂവ് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി റിയലി ഐ വാസ് ഷോക്ക്ഡ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുകയും പിന്നെ എൻ്റെ ഭാര്യയും മക്കളും അനുജനും മിത്രാദികളും അറിയാവുന്നവരല്ല എല്ലാ വിവരങ്ങളും AK ആനെ അറിയിച്ചു, രമേശിനെ അറിയിച്ചു, ഉമ്മൻചാണ്ടിയെ അറിയിച്ചു. വേറെ ആരെയും ഞാൻ ഈ കാര്യങ്ങൾ അറിയിച്ചില്ല. ഒരു സാധാരണ ഒരാളാണെങ്കിൽ തകർന്നു പോകുന്ന ആ സ്റ്റേജിൽ വെച്ചിട്ട് താങ്കൾ കുറച്ചും കൂടി സമചിത്തത കാണിച്ചു. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി ഇരുന്നുകൊണ്ട് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് 4ാമത്തെ ദിവസം ഇറങ്ങി. കാര്യം വേറെ അകത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ. 4ാമത്തെ ദിവസം ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഇന്റർനെറ്റിലൂടെ ലാപ്ടോപ്പ് തുറന്നു വെച്ച് രാത്രി മുഴുവൻ അഡ്വാൻസ് സ്റ്റേജ് ലിവർ ക്യാൻസർ ലോകത്തെവിടെയെല്ലാം ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് നോക്കുകയും എത്ര കാലം ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു അന്വേഷണമായിരുന്നു. ആ അന്വേഷണത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് റിസൾട്ട് കിട്ടിയല്ല ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ശ്രീ AK ആന്റണി എന്നും എന്നോട് പറയും, ഒരു സെക്കൻഡ് ഒപ്പീനിയന് പോകണം. പിന്നെ ലോകത്തെവിടെ വേണമെങ്കിലും ഷാജിന്ന് തന്നെ വിളിക്കുന്നത്, ലോകത്തെവിടെ വേണമെങ്കിലും ഷാജിയെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, എവിടെയെന്ന് പറഞ്ഞാൽ മതി, അതിൻ്റെ അറേഞ്ച്മെന്റ് മുഴുവൻ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ തീരുമാനിക്കുന്നത്. പിന്നീട് 8 ദിവസം വരെ ഞങ്ങൾ ലിവർ ക്യാൻസർ ആണ് എന്നുള്ള ധാരണയിരിക്കുകയാണ്. പക്ഷെ ആ സെക്കൻഡ് ഒപ്പീനിയനിൽ അതല്ല എന്ന് മനസ്സിലാവുകയും താങ്കൾ ഒരു സാധാരണ ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. താങ്കളുടെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സെക്കൻഡ് ഒപ്പീനിയൻ ഒന്നും കഴിയാതെ ഈ പറഞ്ഞ വിധിയുമായി പൊരുത്തപ്പെടേണ്ടി വന്നേനെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കറക്റ്റാണ്. ഇല്ലായിരുന്നുവെങ്കിൽ സെക്കൻഡ് സർജറി നടക്കുന്നത് ജനുവരി 6-നാണ്. ജനുവരി 4 തൊട്ട് ആദ്യത്തെ ഹോസ്പിറ്റലിൽ കീമോതെറാപ്പി അടക്കം ഈ ലിവർ ക്യാൻസറിന് വേണ്ട ട്രീറ്റ്മെന്റിന്റെ ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞു, ഡേറ്റുകളെല്ലാം അവിടെ പോയി കിടക്കേണ്ടതാണ്. അപ്പോൾ അതില്ലാതെ ഇത് വന്ന് ഇപ്പം നൗ ദർ ഇസ് നോ ട്രീറ്റ്മെന്റ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഓപ്പറേഷന് വേണ്ടി പോകാൻ സാധിച്ചത് നമ്മുടെ ഒരു ദൈവാധീനം കൊണ്ടും നമ്മളുടെ പ്രാർത്ഥനകൾ കൊണ്ടും കൂടെ ഉള്ള നല്ല മനസ്സുകളുടെ ആഗ്രഹങ്ങൾ കൊണ്ടും പോയി. സെക്കൻഡ് ഒപ്പീനിയൻ ഞാൻ ഒറ്റ ഒപ്പീനിയൻ അല്ല, 8 ഡിഫറെന്റ് പതോളജിസ്റ്റ് റിപ്പോർട്ട്സ്. എല്ലാവരും പറയും ദർ ഇസ് നോ മാലിഗ്നൻസി ഇൻ ദി ലിവർ, നത്തിങ്, എവറിത്തിങ് ഈസ് ക്ലിയർ. പിന്നെ മാത്രമല്ല ആദ്യ സെക്കൻഡ് സർജറിക്ക് മുമ്പ് CT സ്കാൻ എടുത്തപ്പോഴും ലിവർ ക്ലീൻ. രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് തിരിച്ചടികൾ നേരിട്ട ഒരു നേതാവാണ് താങ്കൾ. തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഒരു നേതാവിന് താങ്ങാവുന്നതിലപ്പുറം. അതിനുശേഷം
ഏറെ വൈകി MP ആയ താങ്കൾക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വലിയ ഒരു രോഗം വരുന്നു. ആ മാനസികാവസ്ഥ എങ്ങനെ താങ്കൾ തരണം ചെയ്തത്? ആദ്യം ഇത് വിവരം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എത്ര കാലം ഇനി ജീവിച്ചിരിക്കുമെന്നറിയാനുള്ള ഒരിതിന്, പിന്നെ മനസ്സിനൊരു വലിയ ഒരു സമ്പൂർണ്ണ ഒരു വിശ്വാസി എന്ന രീതിയിൽ മനസ്സിനൊരു വലിയ ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കടക്കുന്നതിനിടയിൽ ജോണിനകത്തുള്ള ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ, ഷാനവാസിന്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ കഴിക്കുന്ന മരുന്ന് പോലും ഞങ്ങൾക്കറിയാം. ഹെലികോപ്റ്ററിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ ബോംബെ കിടക്കുകയാണ്. ബോംബെ ഞാൻ 1.5 ദിവസമേ പോയിട്ട് 2 ദിവസമേ പോയിട്ടുള്ളൂ. ബോംബെയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലർ പറഞ്ഞ് അമേരിക്കയിലാണ്, ചിലർ പറഞ്ഞ് ഇംഗ്ലണ്ടിലാണ്. ജോണിയും കേട്ട് കാണും, പത്രലോകത്തും ഈ വാർത്തകളൊക്കെ സ്പ്രെഡ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ ട്യൂബെല്ലാം അകത്തിട്ടുകൊണ്ട് എൻ്റെ വോക്കൽ കോഡിന് ചെറിയൊരു പ്രോബ്ലം വന്നിട്ട് ശബ്ദം ക്ലിയറായില്ല. അതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നതും കുറവായി. ഏതായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം മാറി അതിനെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് കിട്ടി. അതിനകത്ത് ഒരുപാട് പേര്, ഉദാഹരണമായിട്ട് ഞാൻ ബോംബെ പോയി, ഒരുപാട് തിരക്കുണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക്. അദ്ദേഹം എല്ലാ പ്രോഗ്രാം ഉമ്മൻചാണ്ടിയുടെ പുസ്തക പ്രകാശനം പോലും മാറ്റിവെച്ച് നേരെ ബോംബെ വന്ന് എന്നോടൊപ്പം. അപ്പൊ അങ്ങനെ ഒരു വലിയ സ്നേഹം, അതും അതിന്റെ ഇടയ്ക്ക് സ്നേഹവും കിട്ടുന്നുണ്ട്. അപ്പൊ ആ സ്നേഹത്തിന്റെ ഇത്തരം അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ താങ്കളെ ഞെട്ടിച്ച ചില അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ എന്ത് പാഠമാണ് ഈ കാലം താങ്കൾക്ക് തന്നത്? ഈ കാലം തന്ന 2 പാഠമാണ്. ഒന്ന്, ഇപ്പൊ പറഞ്ഞല്ലോ, എനിക്ക് ഈ പറയുന്ന ആശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസം കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സോണിയാജി എന്നെ വിളിച്ച്. അപ്പോൾ സോണിയാജി വിളിക്കുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി രമേശും കണ്ടിട്ട് ഈ ശ്രീചിത്ര ഹോസ്പിറ്റൽ വയനാട്ടിൽ വരണമെന്നുള്ള MP-യുടെ സ്വപ്നമാണ്, ഷാനവാസ് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ ഫോൺ നമ്പർ എഴുതി വാങ്ങിച്ച് അവർ വിളിച്ചെന്ന് മാത്രമല്ല, ശ്രീചിത്ര ഉടനെ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർക്ക് അവർ കത്ത് ഒരു അരമണിക്കൂറിനകം അവർ കത്തയക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ അങ്ങനെ നമുക്ക് മനസ്സിന് സന്തോഷം വരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തുള്ള അനുഭവ പാഠം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഏതൊരു മനുഷ്യൻ, ഇത് എന്നെ കേൾക്കുന്ന, നമ്മളെ കേൾക്കുന്ന ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്, എത്ര വലിയ ഹോസ്പിറ്റലാണെങ്കിലും എത്ര വലിയ ഡോക്ടറാണെങ്കിലും ഒരു രോഗത്തെക്കുറിച്ചുള്ള ഒരു ഡയഗ്നോസിസ്, ഒരു വിവരം പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാതെ ചികിത്സയ്ക്ക് പോകരുത്. അത് ആരോഗ്യ രംഗത്തെക്കുറിച്ച് താങ്കൾക്ക് അങ്ങനെ ഒരു പാഠം കിട്ടി. രാഷ്ട്രീയ രംഗത്തെക്കുറിച്ച് താങ്കൾക്ക് എന്ത് പാഠമാണ് കിട്ടിയത്? രാഷ്ട്രീയ രംഗത്ത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഒരുപാട് സ്നേഹവും, പിന്നെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പീഡന കാലഘട്ടമായിരുന്നത്. ഞാൻ അറിയാത്ത കഥകൾ പ്രചരിപ്പിക്കുക, ആരും വിശ്വസിക്കുന്നില്ല. അറിയാത്ത കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു. എന്നെ കാണാത്തവര്, എന്നെ കേൾക്കാത്തവര്, ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയാത്തവര്, പറഞ്ഞു കിംവദന്തികളുടെ ഒരു ഫാക്ടറി, ഈ റൂമർ മിൽസ് ഇവിടെ ഭയങ്കരമായി പ്രവർത്തിക്കുകയായിരുന്നു. ചിലപ്പോ സുഹൃത്തുക്കൾ ആരാണ് അല്ലെങ്കിൽ ശത്രുക്കൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ താങ്കൾക്ക് ഈ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടോ? ജോണി, ശത്രുക്കളുടെ കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷേ ശത്രുതയില്ല, ഒരു സാഡിസം ഉണ്ട് മനുഷ്യർക്ക്. അല്ല, ആരെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടാവൂ താങ്കളുടെ ഈ അവസ്ഥയിൽ? അല്ല, സന്തോഷിച്ചെന്ന് ഞാൻ പറയുന്നത്. കാര്യം എല്ലാവർക്കും വിഷമമായിരുന്നു, ഒരാൾക്ക് പോലും സന്തോഷമില്ല. പക്ഷേ ഈ വാർത്ത പറയാൻ, ഷാനവാസ് പോയി, രക്ഷയില്ല, കഷ്ടം, ആ കിടപ്പ് കണ്ടില്ലേ, എന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ചിലർക്കൊരു ഒരു മനസ്സിലെ എന്തോ ഒരു വികാരമായിരുന്നു. താങ്കളോട് അടുപ്പമുള്ള ആളുകൾക്കൊഴികെ കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരിൽ ചിലര് വയനാട്ടിൽ ഉടനെ ബൈ ഇലക്ഷൻ വരുന്നു എന്ന് വരെ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ അറിയുന്നുണ്ടായിരുന്നു? എല്ലാം അറിയുന്നുണ്ടായിരുന്നു. കാര്യം ഞാൻ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ വലിയ ഇൻക്വിസിറ്റീവ് നേച്ചറുള്ള ആളാണ്. ഞാൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കും. എനിക്ക് ലിവർ ക്യാൻസർ ആണെന്ന് പറയണ്ടെന്ന് ഡോക്ടർമാർ തീരുമാനിച്ചു. ജോണി, ഞാൻ 3ാമത്തെ ദിവസം ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് എന്താണ് എൻ്റെ പ്രോബ്ലം എന്ന് ഡോക്ടർമാരെ കൊണ്ട് മനസ്സിലാക്കിച്ചിട്ട് രാത്രി ഞാൻ ഉറങ്ങാതെ ഇന്റർനെറ്റിലേക്ക് പോവുകയാണ് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ. വീരേന്ദ്രകുമാർ എന്നെ കാണാൻ വന്നു. കണ്ട് വിവരമെല്ലാം കേട്ട് പുള്ളി സന്തോഷം കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, അടുത്ത സ്ഥാനാർത്ഥി ആരാണെന്ന് പുള്ളിയോട് പലരും ചോദിച്ചെന്ന്. ഒരാൾക്കൊരു രോഗം വന്നു എന്ന് കരുതി സന്തോഷിക്കുന്നവരുണ്ടാവില്ല. ഒരുപാട് ദുഃഖം അവർക്ക് ഇല്ലെങ്കിൽ പോലും. പക്ഷെ അതേക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ വലിയ ഉത്സാഹമായിരിക്കും. അങ്ങനെ ഒരു സ്വഭാവ രീതി ആളുകൾക്കുണ്ട് എന്നാണോ താങ്കൾ ഇക്കാലത്ത് പഠിച്ചത്? 38 കൊല്ലമായിട്ട് സജീവമായി നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. പിന്നെ എന്നെ TV കാണുന്നില്ല. ഷാനവാസ് എവിടെ?